ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് സൽമാൻ സി കെ. ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഇന്നത്തെ വീഡിയോ പാലക്കയം തട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ കാണാം. ബസ്സിന് പോകുന്നതിനിടയ്ക്ക് ഷിഫ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഷിഫ ഓക്കെ പഠിച്ചേ. അവൾ കുറേ ഒറ്റയ്ക്ക് തന്നെ ട്രൈ ചെയ്തിട്ട് കിട്ടിയ പഠിച്ച ഇതാണ്. അങ്ങനെ ഇതാണ് അവൾ ട്രൈ ചെയ്ത് അവസാനം പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലെങ്കിലും അവൾ ഓട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്, അതിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഓനെ ആബിദിനെ കൂട്ടേണ്ടതുണ്ട്. ഓനെ ഭൂതപ്പാറയിൽ നിന്ന് കൂട്ടണം. അങ്ങനെ ഭൂതപ്പാറയിലെത്തി. ഭൂതപ്പാറയിൽ നിന്ന് ആബിദിനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തൊക്കെയാണ്. അവനോട് എത്തി. അവനിപ്പം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനും കൂടി കൂട്ടിയിട്ട് ബാക്കി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഫൈനലി ഓനെ കാണാനായിട്ട് ഓനെ വീട്ടിൽ പോയിട്ട് കൂട്ടേണ്ടി വന്നു. കുറേ സമയം കാത്തുനിന്ന്. ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇനിയിപ്പോൾ അടുത്തുമ്പോൾ ഏകദേശം 6:30 പിന്നെ അവനും കൂടി വേഗം വന്നിട്ട് വേണം നമ്മളെ വേഗം പോകാൻ. എന്നിട്ട് മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്നറിയില്ല. അങ്ങനെ നമ്മൾ പാലക്കയം തട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു. ഏകദേശം 5:15 പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി 300 രൂപക്കും കൂടി പെട്രോൾ അടിച്ചു. അങ്ങനെ നമ്മൾ യാത്ര പിന്നീടും തുടർന്നു. ഏകദേശം 1 മണിക്കൂറോളം യാത്ര നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഏകദേശം 5:15 വളവട്ടം എത്തിയപ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലായി ഈ യാത്ര മുന്നോട്ട് പോകില്ല എന്ന്. കാരണം മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇടിയും മിന്നും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ആകാശങ്ങളൊക്കെ കാർമേഘങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. മഴ ഉണ്ടാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടും എടുത്തിട്ടില്ല. കല്യാശ്ശേരി എത്തിയപ്പോഴേക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. കൂടുതൽ ദൂരം പോയിട്ട് വെറുതെ സമയം കളയണ്ടെന്ന് കരുതി നമ്മൾ ചായ കുടിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി. ചായ കുടിക്കാൻ വേണ്ടി പാപ്പിനിശ്ശേരി 3 വരുവ പള്ളിയിനടുക്കുള്ള തട്ടുകടയിൽ പോകാമെന്നാണ് കരുതിയത്. അവിടെ ആകുമ്പോൾ ഒരുപാട് ചായപ്പീടികയുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടത്തേക്ക് പുറപ്പെട്ടു. പഴയങ്ങാടി റോഡൊക്കെ ഗതാഗത പരിഷ്കരണം നടത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടത്തേക്ക് പോയി അവിടെ നിന്ന് ചായ ഓർഡർ ചെയ്തു. ചായ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല പാപ്പിനിശ്ശേരി പാലത്തിൻ്റെ അവിടെ നല്ല ബ്ലോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചായക്ക് കുടിച്ച് നമ്മൾ നേരെ കുറച്ച് മഴ തോർന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി. എൻ്റെ ലീവ് കഴിയാറായത് കൊണ്ട് തന്നെ എനിക്ക് പിന്നീട് പോകാൻ സമയവും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് ക്യാൻസലാക്കി. 2 തവണ പാലക്കയം തട്ട് പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോകാൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ ട്രിപ്പ് ഇവിടെ വെച്ച് ക്യാൻസലാക്കിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കമ്പിലെത്തുമ്പോഴേക്കും 7:30 കമ്പിലെത്തിയപ്പോഴേക്കും കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടി ബേക്കറിയിൽ പോയി. അവിടെ ഡിസ്പ്ലേയിൽ കേക്ക് വെച്ചത് കൊണ്ട് തന്നെ ഒന്ന് കേക്ക് വാങ്ങാൻ ആഗ്രഹം. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേക്ക് തിന്നാൻ. അങ്ങനെ വീട്ടിലെത്തി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്തു. ആബിദാണ് മുറിക്കുന്നത്. അങ്ങനെ മുറിക്കുന്നതും കാത്ത് നമ്മളിവിടെ കാത്തു തന്നു. വെറുതെ ഒച്ചപ്പാടം നാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടി നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.